ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശങ്കരാചാര്യർ രചിച്ച ഭജഗോവിന്ദത്തിലെ അടുത്ത കുറച്ച് പദ്യങ്ങൾ നോക്കാം. ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തം അതിനെ പ്രചരിപ്പിക്കാനും അതിനെ പുനരുജ്ജീവിപ്പിക്കാനും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാരത സംസ്കാരത്തിൻ്റെ ആ ഒരു മഹത്തായ ആ സംസ്കാരത്തെ എല്ലാവരിലും എത്തിക്കാനും വേണ്ടി ഈ ജീവിതം മുഴുവൻ ശ്രമിച്ച ഒരു ആചാര്യനാണ്. പിന്നെ ഉപനിഷത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയും ഒട്ടേറെ പരിപാടികൾ ആസൂത്രണം ചെയ്തു ശങ്കരാചാര്യർ. ഭാരതം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ അദ്വൈത സിദ്ധാന്തത്തിലൂടെ പരിഹരിക്കാമെന്ന് ശ്രീ ശങ്കരാചാര്യർ വിശ്വസിച്ചു. അതൊരു സത്യവും തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒന്നിൽ കൂടുതൽ എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുമ്പോഴാണ്. കാരണം ഇപ്പോൾ മതങ്ങളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ മതം, അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ഇവിടെ ഒന്നേ ഉള്ളൂ, ഭഗവാൻ ഒന്നേ ഉള്ളൂ എന്ന ഒരു ചിന്ത, അതാണ് അദ്വൈത സിദ്ധാന്തം. അപ്പോൾ അത് നമ്മുടെ ആ ഒരു സംസ്കാരത്തിനും ലോകത്തിൻ്റെ സമാധാനത്തിനും തന്നെ നല്ലതാണ് എന്നാണ് നമുക്ക് ഇതിലൂടെ പഠിക്കാനുള്ളത്. ശങ്കരാചാര്യർ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ്. അപ്പോൾ ചൊല്ലാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ത്വയിമയി ചാന്യത്രൈകോ വിഷ്ണു വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു ഭവസമചിത്ത സർവത്ര ത്വം വാഞ്ചസി അജിരാത് യദി വിഷ്ണുത്വം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ ത്വയി മയിച്ച നിന്നിലും എന്നിലും, അന്യത്ര മറ്റെല്ലായിടത്തും, ഏക വിഷ്ണു ഒരേ പരമാത്മാവ് തന്നെയാണ് വിഷ്ണു ആയിട്ട്, അസഹിഷ്ണു അക്ഷമനായി, മയി വ്യർത്ഥം കുപ്യസി എൻ്റെ നേരെ നീ എന്തിനു വെറുതെ കോപിക്കുന്നു, അജിരാത് ഉടനെ, വിഷ്ണുത്വം വാഞ്ചസി യതി വിഷ്ണുപദം പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ത്വം സർവത്ര സമചിത്ത ഭവ നീ സർവത്ര സമചിത്തനായി ഭവിച്ചാലും എന്നാണ് ഈ പറഞ്ഞ ഈ ഒരു പദ്യത്തിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത അർത്ഥം. അതായത് ത്വയിമയി ചാന്യത്രൈകോ വിഷ്ണു വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു ഭവസമചിത്ത സർവത്ര ത്വം വാഞ്ചസി അജിരാത് യദി വിഷ്ണുത്വം എന്ന് പറയുന്ന ഈ ഒരു പദ്യത്തിൽ ശരിക്കും പറയുന്ന കാര്യം അദ്വൈത സിദ്ധാന്തത്തെ ഒന്നും കൂടെ ഉറപ്പിച്ച് പറയുന്നു. അതായത് പിന്നെ നമ്മൾ പല തത്വങ്ങൾ കേൾക്കുന്നു, പല മതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ അതെല്ലാം പിന്നെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സംശയമായി, അത് പിന്നെ ഭയമായി, പിന്നെ വെറുപ്പായി. പക്ഷേ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ ഒരു ഭഗവാനാണ്, എല്ലാം ഒരു ശക്തിയാണെന്ന് അറിയുമ്പോൾ അവിടെ ഇതൊന്നുമില്ല. അതാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പറയുന്നത്, നിന്നിലും എന്നിലും സർവത്തിലും എല്ലാത്തിലും ഒരേ ഒരു സത്യമേ ഉള്ളൂ. ഈ ഒരു സത്യത്തെ അന്വേഷിക്കുന്നതാണ് നമ്മുടെ എല്ലാ മതങ്ങളും. ഒരു മതവും മോശമല്ല, എന്നാൽ പിന്നെ അത് മനുഷ്യനെ എന്താ പറയുക, തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാവരുത്. അപ്പോൾ പിന്നെ ആ ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കണം എല്ലാ മതങ്ങളും. അപ്പോൾ പിന്നെ നിന്നിലും എന്നിലും മാത്രമല്ല എല്ലാത്തിലും ഒരേ സത്യം തന്നെയാണെന്ന് അറിഞ്ഞു നിൽക്കുന്നതാണ്. അതാണ് പറയുന്നത് വിഷ്ണുത്വം എന്ന് പറയുന്നത്, വിഷ്ണുപദം. ത്വയി മയി ച അന്യത്ര വിഷ്ണു, നിന്നിലും എന്നിലും, ത്വയി നിന്നിൽ, മയി എന്നിൽ, ച അന്യത്ര മറ്റെല്ലായിടത്തും വിഷ്ണു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ അസഹിഷ്ണു അക്ഷമനായിട്ട്, മൈ വ്യർത്ഥം കുപ്യസി എൻ്റെ നേരെ എന്തിനു കോപിക്കുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ ലോകത്ത് നമ്മളെടുത്താൽ കൂടുതൽ രാഷ്ട്രങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങളുടെ അകത്ത് തന്നെ പല പല വംശങ്ങൾ തമ്മിൽ ഒക്കെ
പല പ്രശ്നങ്ങളുള്ളതെല്ലാം ഈ മതത്തിൻ്റെ പേരിലാണ് കൂടുതൽ. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് തന്നെയാണ് അർത്ഥം. ഓരോരുത്തരുടെയും ആ ഒരു പ്രപഞ്ച സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ അഭിപ്രായം അത് വരുമ്പോൾ മറ്റ് ഉള്ളവരെ നമ്മൾ ആ ഒരു സഹിഷ്ണുത വേണം. ആ ഒരു അസഹിഷ്ണുത വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ സഹിഷ്ണുതയിൽ ഊന്നിയതായിരിക്കണം എല്ലാ മതവും, അതിൻ്റെ അതിൻ്റെ എന്താ പറയുക നിർവചനങ്ങളും എല്ലാം. അപ്പോൾ എന്തിനാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് ശങ്കരാചാര്യരെ കൊണ്ടുവന്നതും പ്രചരിപ്പിച്ചതും ഒക്കെ അന്നത്തെ ലോകത്തും തന്നെ ഒരുപാട് മനുഷ്യർ മതങ്ങളുടെ പേരിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ഒക്കെ കണ്ടിട്ടാണ് ശങ്കരാചാര്യർ ആ സത്യം പുറത്ത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ സത്യം നമ്മുടെ ഭാരത ദർശനത്തിൽ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ നമ്മുടെ ഋഷീസ് അല്ലെങ്കിൽ മുനീശ്വരന്മാർ അവരുടെ തപസ് കൊണ്ട് നേടിയ ഒരു അറിവാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാ വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം. അതെല്ലാം മുഴുവൻ പഠിച്ചിട്ടും പരമാത്മ അനുഭൂതി ഉണ്ടാവുന്നില്ലെങ്കിൽ അക്ഷമനാവേണ്ട, നിരാശപ്പെടേണ്ട എന്നാണ് പറയുന്നത്. ഒരു ദിവസം ജ്ഞാനം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ശങ്കരാചാര്യർ നമുക്ക് ഒരു ഉറപ്പ് നൽകുന്നു. കാരണം എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ കുറേ ദിവസം അമ്പലത്തിൽ പോകും, പിന്നെ അപ്പോൾ കുറച്ച് ദിവസം പോകുമ്പോൾ നമ്മളെന്തോ വിചാരിക്കുന്നത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളത് ഉപേക്ഷിക്കും. പക്ഷേ അതല്ല അതിൻ്റെ ഒരു സത്യം. ശരിയായിട്ടുള്ള ഒരു അറിവ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പല അജ്ഞതയിൽ ജീവിക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള അറിവ് കിട്ടുന്ന ഒരു ആചാര്യനെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മളെ ഗൈഡ് ചെയ്യാൻ തിരഞ്ഞെടുക്കുകയും ആ ഒരു അറിവിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കുറച്ചും കൂടെ എളുപ്പമുള്ളതാവും. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ അടുത്ത തലമുറയും പഠിക്കേണ്ടത്. അപ്പോൾ വേറൊരു കാര്യം പറയുന്നു, ആത്മസാക്ഷാത്കാരം ലഭിക്കുമ്പോൾ അതിലൊരു ആനന്ദമുണ്ട്. അതിനാണ് പരമാനന്ദ അനുഭൂതി എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ അതിനുള്ള ഒരു ഉപായം ശങ്കരാചാര്യർ പറയുന്നു. അതാണ് സമചിത്തത പാലിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ സമചിത്തത എന്ന് പറയുമ്പോൾ പല വസ്തുക്കൾ, പല മതങ്ങൾ, പല ആളുകൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ ഇതെല്ലാം കാണുമ്പോഴും അതിൻ്റെ ഉള്ളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു സത്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് അതുണ്ടാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആരോടും ഒരു വിദ്വേഷം ഒന്നും വരില്ല. കാരണം അവരെയും നമ്മളെയും നിലനിർത്തുന്ന ഒരേ ഒരു ശക്തിയാണ്. ആ ഒരു ശക്തിയുടെ പേരാണ് ഭഗവാനെന്നോ ഈശ്വരനെന്നോ ബ്രഹ്മമെന്നോ എല്ലാം എന്ത് പേര് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ പറയുന്നത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മതങ്ങൾ തമ്മിലുള്ള ആ ഒരു കലഹങ്ങൾ, സ്പർദ്ധ, ആളുകൾ തമ്മിലുള്ള കലഹങ്ങൾ അതെല്ലാം ഒഴിവാക്കാം. കാരണം മറ്റൊരാളുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം തന്നെയാണെന്നുള്ളത് പഠിപ്പിക്കുന്നതാണ് മഹത്തായ ഭാരതീയ സംസ്കാരവും നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം തന്നെ. അതാണ് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഒരു എന്താ പറയുക ആധാരം തന്നെ അത് തന്നെയാണ്. അപ്പോൾ പറയുന്നു, ഇവിടെ ഇഷ്ടമോ അനിഷ്ടമോ എന്ത് വന്നാലും സമചിത്തതയോടുകൂടി ജീവിക്കുക എന്ന് ഗീതയും പറയുന്നുണ്ട്. ചാപ്റ്റർ 2 48 ശ്ലോകം, സമത്വം യോഗ ഉച്യതേ. അപ്പോൾ നമ്മൾ തന്നെ ഗീത ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ 42 ചാപ്റ്ററിൽ 48 ശ്ലോകത്തിൽ സമബുദ്ധിയെക്കുറിച്ചും സമചിത്തതയെക്കുറിച്ചുമൊക്കെ ഭഗവാൻ പറഞ്ഞു. സമത്വം യോഗ ഉച്യത എന്ന് പറഞ്ഞുള്ള ആ ഒരു ഗീതയുടെ ആ ഒരു ഭാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സമചിത്തത വരുമ്പോൾ അയാൾ ജീവൻ മുക്തനായി തീരുകയും അയാൾ പ്രസ്തുത പരമപദവി, അതായത് വിഷ്ണുത്വം, അത് നേടുകയും ചെയ്തു. വിഷ്ണുത്വം എന്ന് പറഞ്ഞാൽ പരമമായ പദവി, അതായത് സാക്ഷാത്കാരത്തിലൂടെ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ജീവൻ മുക്ത അവസ്ഥയ്ക്കാണ് വിഷ്ണുത്വം എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം, ശത്രൗ മിത്രേ പുത്രേ ബന്ധോ മാ കുരു യത്നം വിഗ്രഹസന്ധോ സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോത്സൃജ ഭേദാജ്ഞാനം.
ശത്രുൗ മിത്രേ പുത്രേ ബന്ധോ. അത് പറയുമ്പോൾ തന്നെ അറിയാം, ശത്രുവിൻ്റെയോ മിത്രത്തിൻ്റെയോ പുത്രൻ്റെയോ ബന്ധുവിൻ്റെയോ നേരെ മാ കുരു യത്നം. മാ എന്ന് വെച്ചാൽ അരുത്, മാ കുരു അരുത്. സൗഹൃദത്തിനോ വിദ്വേഷത്തിനോ യത്നിക്കേണ്ട. വിഗ്രഹ സന്ധോ, സന്ധിയും വേണ്ട, എന്താ പറയുക, വിദ്വേഷവും വേണ്ട. സർവസ്മിൻ അഭി, സർവസ്മിൻ അഭി ആത്മാനം പശ്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കാണുക, പശ്യ കാണുക, എല്ലാവരിലും ആത്മാവിനെ കാണുക. എല്ലാറ്റിലും ആത്മാവിനെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ വസ്തുക്കളിലും ഉള്ളത് ഒരേ ആ ഒരു ഭഗവാന്റെ ആ ഒരു ചൈതന്യമാണ് എല്ലാ വസ്തുക്കളിലും, എല്ലാ വസ്തുക്കളെയും നിലനിർത്തുന്ന ആ ഒരു ചൈതന്യമാണെന്നുള്ള തിരിച്ചറിവ്. അതാണ് സർവസ്മിൻ അഭി ആത്മാനം പശ്യ എന്ന് പറഞ്ഞാൽ. സർവ അത്ര ഭേദാജ്ഞാനം ഉത്സൃജ്യ. അപ്പോൾ ഭേദജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാം വേറെ വേറെയാണെന്നുള്ള ആ ഭേദഭാവം, ആ ഭേദപ്രതീതി, അത് അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഭേദ അജ്ഞാനം അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിനെ തീരെ അകറ്റൂ. ഉത്സൃജ്യ എന്ന് പറഞ്ഞാൽ അകറ്റൂ എന്നാണ് അർത്ഥം, കളയൂ. അപ്പം നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ, ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതിൽ എനിക്ക് പിന്നെ വേറൊരാളെ ആണ് ഇഷ്ടം എന്നൊക്കെ വെറുതെ നമ്മൾ പറയുന്നതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാലിലോ കയ്യിലോ ഒരു മുറിവൊക്കെ വന്നാൽ ആ മുറിവ് വന്നതുകൊണ്ട് അതിൻ്റെ വേദന ഉള്ളതുകൊണ്ട് എനിക്കത് എൻ്റെ കാലമല്ല എന്നൊന്നും നമ്മൾ പറയില്ല. അപ്പോൾ കാലും കൈയും ഒക്കെ അവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരമാണെന്ന് പറയുന്ന പോലെ മറ്റെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള മറ്റെല്ലാ അംഗങ്ങളും വേറെ വേറെ നിൽക്കുമ്പോഴും അതെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാത്തിലും ഒരേ ഒരു ചൈതന്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ആരെയും അത്രയ്ക്ക് വേഗം അവരോട് ദേഷ്യമോ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു തത്വം അറിയാമെങ്കിൽ ഈ ഒരു ലോകത്ത് നമ്മൾ കാണുന്ന നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്ത് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ബഹളങ്ങളോ എന്താ പറയുക ഒക്കെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ഇത് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ അനാവശ്യമായിട്ട് പല പല കാര്യങ്ങൾക്ക് വേണ്ടി കലഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ആരും അന്യരല്ല. അപ്പോൾ പിന്നെ ഇവിടെ ആരും അന്യരല്ല, എല്ലാവരും ഭഗവാന്റെ തന്നെ വിവിധ രൂപങ്ങളാണെന്നാണ് നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ഒരു ശ്രേഷ്ഠത. നോക്കണം, ഹിന്ദു മതം എന്ന് പറയുന്നത് എല്ലാവരെയും സമഭാവനയിൽ കാണാനും എല്ലാവരിലും ഒരേ ചൈതന്യമാണെന്നുള്ളതും ആരും നികൃഷ്ടരല്ല എന്നും ആരും മോശക്കാരല്ല എന്നും പഠിപ്പിക്കുന്ന ഒരു ഇത്രയും വലിയ മഹത്തായിട്ടുള്ള ഒരു മതം വേറെ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ പിന്നെ പറയുന്ന ശത്രുവോ മിത്രമോ പുത്രനോ ബന്ധുവോ ആരുമാകട്ടെ ആരുടെ നേരെയും കലഹത്തിനും പോണ്ട ലോഹ്യത്തിനും പോണ്ട എന്ന് പറയുന്നു. അപ്പോൾ ലോഹ്യവും വേണ്ട കലഹവും വേണ്ട എന്ന് പറയുന്നത്. വിഗ്രഹസന്ധവും എന്നാണ് പറയുന്നത്. വെറുപ്പും വേണ്ട, സന്ധിയും വേണ്ട, ഇഷ്ടവും വേണ്ട. അപ്പോൾ അങ്ങനെ അതാണ് ഒരാൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ശങ്കരാചാര്യർ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മൾ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് നമുക്കറിയുന്നില്ല. ശരിക്കും നമ്മുടെ ഒരു നമ്മുടെ മുമ്പിലുള്ള തലമുറ നമുക്ക് തരാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് ജീവിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം പറഞ്ഞു തന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ, പിന്നെ അതുപോലെ സ്നേഹശൂന്യമായ ബന്ധങ്ങൾ ലോകത്തിൽ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അതെല്ലാം ശരിക്കും നമ്മുടെ ഈ ശാസ്ത്രങ്ങളനുസരിച്ച് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ആ ഒരു സത്യം നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ഓടക്കുഴൽ വിളി കേട്ട് എങ്ങനെയാണ് ഗോപികമാരും ഗോപന്മാരും ചുറ്റും കൂടുന്നത്, അങ്ങനെ ആ ഒരു ആനന്ദത്തിൽ അവരലിഞ്ഞ് അവർ നൃത്തം ചെയ്ത ആ ഒരു ഭഗവാന്റെ ലീലയൊക്കെ നമുക്കറിയാം.
വൃന്ദാവനത്തിൽ. അപ്പോൾ അതുപോലെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ ഓടക്കുഴൽ വിളി കേൾക്കുമ്പോൾ എല്ലാവരിലും ഒരേ ആത്മാവിനെ കാണുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഒരു സന്തോഷം ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും ഉണ്ടായത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും എല്ലാത്തിനെയും വേറെ വേറെ കാണുന്നു. നമുക്ക് എല്ലാത്തിലും എല്ലാവരും ഒരേ ആത്മാവിൻ്റെ വിവിധ രൂപങ്ങളാണെന്ന് നമുക്ക് അറിയാനും, അതാണ് അദ്വൈത സിദ്ധാന്തം. ആ ഒരു സിദ്ധാന്തം അറിയാത്തത് കൊണ്ടുള്ള വിഷമങ്ങളാണ് ഇന്ന് ഈ ലോകം നേരിടുന്നത്. അപ്പോൾ സർവത്ര ആത്മാവിനെ കാണൂ എന്ന് പറയുകയും ഭേദബുദ്ധി വെടിയൂ എന്നും ശങ്കരാചാര്യർ നമുക്കൊരു ഉപദേശം തരുന്നു. ശങ്കരാചാര്യർ ജീവികളിലും ആ പരമ്പൊരുളായിട്ടുള്ള ആ ബ്രഹ്മം എന്നോ ഈശ്വരൻ എന്നോ ദൈവം എന്നോ ഒക്കെ പറയാം, ശ്രീകൃഷ്ണൻ എന്നോ, അതിൻ്റെ ആ ഒരു ചൈതന്യം, ആ സ്ഫുരണം തന്നെ അത് കണ്ടറിയുകയും ഏത് ഭാഷയാണെങ്കിലും ഏത് സംസ്കാരമാണെങ്കിലും അതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കുകയും വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സംഗീതത്തിന് ഭാഷയില്ലാത്തത്. ഭഗവാന്റെ മുരളിയിൽ നിന്ന് വരുന്നത് ആ ഒരു സംഗീതം എല്ലാവരെയും ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം സംഗീതത്തിന് ഭാഷയില്ല. ഭഗവാൻ ഏത് ഭാഷയിലാണെങ്കിലും രാഗം അറിഞ്ഞാലും അറിയില്ലെങ്കിലും അത് ആസ്വദിക്കാൻ ഒരു മനസ്സ് മാത്രം മതി. അതിൻ്റെ പദങ്ങൾ പോലും അറിയണമെന്നില്ല. നമ്മളൊക്കെ ഹിന്ദി പാട്ടൊക്കെ, ഹിന്ദി ഒട്ടും അറിയാത്തവരൊക്കെ പാടി നടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിന് കാരണം സംഗീതത്തിന് ഭാഷയില്ല, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എല്ലാത്തിലും ഏകമായ ആത്മാവിനെ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ, പല തിരികളിട്ടിട്ട് ഒരു തിരിയിട്ടിട്ട് ഒരു നിലവിളക്ക് കത്തിച്ചാൽ അതിൻ്റെ പ്രകാശം ഒരേ രീതിയിലിരിക്കും. ഇനി പല തിരികളിട്ട് കത്തിച്ചാൽ പല നാളങ്ങളായിട്ട് കാണും. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യം തന്നെയാണ് പല പല നാളങ്ങളായിട്ട് നമ്മൾ പലരിലും കാണുന്നത്. അപ്പോൾ അവിടെ ആ ഒരു പല നാളങ്ങൾ, ഇപ്പോൾ 7 തിരിയിട്ട് കത്തിക്കുന്ന ഒരു നിലവിളക്കിൽ എല്ലാം വേറെ വേറെയാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാ അഗ്നിയും ഒന്ന് തന്നെയല്ലേ? അതാണ് അദ്വൈത സിദ്ധാന്തം. കാരണം എല്ലാം അഗ്നി തന്നെ ആയിരിക്കുമ്പോഴും അത് പലതായിട്ട് കാണുമ്പോഴും എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുന്ന ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പല ശരീരങ്ങളിലൂടെ പരമാത്മാവ് പലതരം വ്യക്തികളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ആ ഈശ്വരനെ പല രൂപത്തിൽ നമുക്ക് ഈശ്വരനെ ദർശിക്കാൻ കഴിയുന്ന ആ ഒരു ജ്ഞാനിക്ക് എല്ലാത്തിലും സമദർശനം അല്ലെങ്കിൽ സമബുദ്ധി, സമ്യക് ദർശനം എന്നാണ് അതിനെ പറയുക. സമ്യക് ദർശനം, സമചിത്തത, സമബുദ്ധി, സമ്യക് ദർശനം ഇതൊക്കെ പ്രാപ്തമാവുമ്പോൾ അയാൾക്ക് എല്ലാം ഒന്ന് എന്നുള്ളൊരു തിരിച്ചറിവും ഉണ്ടാവും. അയാൾക്ക് ശോകമോ മോഹമോ ഒന്നും അയാളെ ബാധിക്കുകയും ഇല്ല. തത്രക്കോ മോഹ കഹ ശോക ഏകം ത്വം അനുപശ്യതേ. അയാൾക്ക് എന്ത് ശോകം എന്ത് മോഹം എല്ലാം ഏകത്വം, എല്ലാത്തിലും ഏകത്വം തന്നെ കാണുന്നു. ഏകത്വം അനുപശ്യതേ തത്രകോ മോഹശോക എന്നാണ് അതിൽ പറയുന്നത്. ഏകത്വം അനുപശ്യതേ. അപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം, 2 പദ്യങ്ങൾ. ത്വയിമയി ചാന്യത്രൈകോ വിഷ്ണു വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു ഭവസമചിത്ത സർവത്ര ത്വം വാഞ്ചസ്യ ചിരാദിതു വിഷ്ണുത്വം. ശത്രൗ മിത്രേ പുത്രേ ബന്ധോ മാ കുരു യത്നം വിഗ്രഹസന്ധൗ സർവസ്മിന്നഭിപശ്യാത്മാനം സർവത്രോസൃജ ഭേദാജ്ഞാനം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇത്രയും ഭാഗങ്ങൾ ശങ്കരാചാര്യ പാദങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. വന്ദേ ഗുരുപരമ്പരാം. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.